നിങ്ങൾ നിങ്ങളുടെ വൈകുന്നേരങ്ങൾ എങ്ങനെ ചെലവഴിക്കുന്നു എന്നത് നിങ്ങളുടെ മുഴുവൻ ജീവിതത്തെയും രൂപപ്പെടുത്തുന്നുവെന്ന് മിക്ക ആളുകളുടെയും തെറ്റിദ്ധാരണ ടൈം മാനേജ്മെന്റ് ആണ് ഇമ്പോർട്ടന്റ് എന്നാണു. പക്ഷേ യഥാർത്ഥ രഹസ്യം എനർജി മാനേജ്മെന്റ് ആണ്. നിങ്ങളുടെ വൈകുന്നേരങ്ങളിൽ ക്ലോക്കിനെക്കുറിച്ചല്ല, മറിച്ച് നിങ്ങളുടെ മാനസികാവസ്ഥയെയും ഊർജ്ജത്തെയും എങ്ങനെ റീചാർജ് ചെയ്യുന്നു എന്നതിനെക്കുറിച്ചുമാണ് ചിന്തിക്കേണ്ടത്. നിങ്ങളുടെ വൈകുന്നേരങ്ങൾ നന്നായി പ്രവർത്തിക്കുന്നതിനുള്ള പ്രായോഗിക സ്റ്റെപ്പുകളിലേക്ക് കടക്കാം. 1. ഷട്ട് ഡൗൺ നിയമം. അതായത് ലളിതവും എന്നാൽ ശക്തവുമായ ഒരു ശീലത്തോടെ ആരംഭിക്കുക. നിങ്ങൾ ഓഫീസ് ജോലി പൂർത്തിയാക്കുമ്പോൾ എഴുന്നേറ്റുനിന്ന് 3 ആഴത്തിലുള്ള ശ്വാസം എടുത്ത് ലാപ്ടോപ്പ് അടയ്ക്കുക. ഇത് നിസ്സാരമായ കാര്യം അല്ല, മറിച്ച് ഇത് നിങ്ങളുടെ തലച്ചോറിനോട് വർക്ക് മോഡ് ഓഫ് എന്ന് പറയുന്ന ഒരു മാനസിക ട്രിഗറാണ്. ഇന്ന് രാത്രി ഇത് പരീക്ഷിച്ചു നോക്കൂ. 2. 90 മിനിറ്റ് ഈവനിംഗ് ബ്ലോക്ക് സിസ്റ്റം. അതായത് നിങ്ങളുടെ ബ്രെയിൻ 90 മിനിറ്റ് ഫോക്കസ് സൈക്കിളുകളിൽ പ്രവർത്തിക്കുന്നു. അതിനാൽ നിങ്ങളുടെ വൈകുന്നേരത്തെ ഒരു വലിയ സമയമായി കണക്കാക്കുന്നത് നിർത്തുക. 3 പവർ ബ്ലോക്കുകളായി വിഭജിക്കുക. ബ്ലോക്ക് 1 റിക്കവറി. വായന അല്ലെങ്കിൽ വിശ്രമിക്കൽ എന്നിവയെക്കുറിച്ച് ചിന്തിക്കുക, അതിലൂടെ സമ്മർദ്ദം കുറയ്ക്കുക. ബ്ലോക്ക് 2 വളർച്ച. പഠനത്തിനോ ഹോബികൾക്കോ വ്യായാമത്തിനോ വേണ്ടി വർദ്ധിച്ചുവരുന്ന എനർജി ഉപയോഗിക്കുക. ബ്ലോക്ക് 3 കണക്ഷൻ. നിങ്ങളുടെ എനർജി സന്തുലിതമാകുമ്പോൾ കുടുംബാംഗങ്ങളുമായോ സുഹൃത്തുക്കളുമായോ ഗുണനിലവാരമുള്ള സമയം ചെലവഴിക്കുക. പ്രോ ടിപ്പ്: റിവേഴ്സ് ഷെഡ്യൂളിംഗ് ഉപയോഗിക്കുക. ഈ ബ്ലോക്കുകൾ പൂർണ്ണമായും അനുയോജ്യമാക്കുന്നതിന് നിങ്ങളുടെ ഉറക്കസമയം മുതൽ പിന്നോട്ട് പ്ലാൻ ചെയ്യുക. 3. 2 മിനിറ്റ് ഈവനിംഗ് റീസെറ്റ്. പ്രവർത്തനങ്ങൾക്കിടയിൽ നിങ്ങളുടെ സ്ഥലം റീസെറ്റ് ചെയ്യാൻ 2 മിനിറ്റ് എടുക്കുക. നിങ്ങളുടെ മേശ വൃത്തിയാക്കുക, ലൈറ്റിംഗ് ക്രമീകരിക്കുക, അല്ലെങ്കിൽ വസ്ത്രം മാറ്റുക. ഈ ചെറിയ പ്രവർത്തനങ്ങൾ ഒരു മാനസിക മാറ്റം സൃഷ്ടിക്കുന്നു, നിങ്ങളുടെ സായാഹ്നത്തെ ഉദ്ദേശ്യത്തോടെയും ഊർജ്ജസ്വലമായും നിലനിർത്തുന്നു. 4. ഡിജിറ്റൽ വെൽനസ്. നിങ്ങളുടെ ഫോണും ലാപ്ടോപ്പും നിങ്ങളുടെ സായാഹ്ന സാധ്യതകളെ ഇല്ലാതാക്കുന്നു. അതിനാൽ ഇവ പരീക്ഷിക്കുക. ആപ്പ് മോർട്ടാലിറ്റി. അതായത് എല്ലാ വൈകുന്നേരവും നിങ്ങളുടെ ഫോണിൽ നിന്ന് അനാവശ്യം ആയ ഒരു ആപ്പ് ഇല്ലാതാക്കുക. അടുത്തത് അനലോഗ് മണിക്കൂർ. അതായത് ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് ഉപകരണങ്ങൾ മറ്റൊരു മുറിയിൽ വയ്ക്കുക. നിങ്ങളുടെ കിടപ്പുമുറി അല്ലാത്ത ഒന്ന്. 5. മനഃശാസ്ത്രപരമായ സാങ്കേതിക വിദ്യകൾ. നിങ്ങളുടെ മനസ്സാണ് നിങ്ങളുടെ വൈകുന്നേരത്തെ നിയന്ത്രിക്കുന്നത്. ഉറങ്ങുന്നതിനു മുമ്പ് സ്ക്രീനുകൾ ഒഴിവാക്കുക. ഡിജിറ്റൽ ലൈറ്റ് നിങ്ങളുടെ തലച്ചോറിനെ പകൽ സമയമാണെന്ന് ചിന്തിപ്പിക്കുന്നു. മറിച്ച് മങ്ങിയ ലൈറ്റുകൾ, മൃദുവായ ടെക്സ്ചറുകൾ, ശാന്തമായ നിറങ്ങൾ എന്നിവ ഉപയോഗിച്ച് ശാന്തമായ ഒരു ഇടം സൃഷ്ടിക്കുക. നാളെ നിങ്ങൾ എന്തു ചെയ്യണമെന്നതിനെക്കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് എഴുതുക. 6. നിങ്ങളുടെ വികാരങ്ങൾ തടസ്സങ്ങളല്ല, സിഗ്നലുകളാണ്. അതിനെ അവോയ്ഡല്ല, പകരം കൺട്രോൾ ചെയ്യുക. മൈക്രോ മെഡിറ്റേഷൻ പോലുള്ള ശീലങ്ങൾ ഉണ്ടാക്കുക. 7. നെഗറ്റീവ് കാര്യങ്ങൾ ഒഴിവാക്കുക. അത് നിങ്ങളുടെ എനർജി നഷ്ടപ്പെടുത്തുന്നു. 8. ക്രിയേറ്റീവ് ഹാബിറ്റ് ഫോർമേഷൻ. അഥവാ ചെറിയതും രസകരവുമായ പ്രവൃത്തികളിലൂടെ നിലനിൽക്കുന്ന ശീലങ്ങൾ വളർത്തിയെടുക്കുക. നിങ്ങളുടെ വൈകുന്നേരത്തിന്റെ ആരംഭം സൂചിപ്പിക്കുന്ന ചായ ഉണ്ടാക്കുന്നത് പോലുള്ള ഒരു ചെറിയ പ്രവർത്തനം കണ്ടെത്തുക. സ്ഥിരമായി ഒരേ പാറ്റേൺ അല്ലാതെ ചില മാറ്റങ്ങൾ കൊണ്ടുവരുക. എങ്ങനെ എന്നാൽ എന്നും ഇരിക്കുന്ന ചെയർ മാറ്റുക, അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യുന്ന ഓർഡർ മാറ്റുക. അങ്ങനെ നിങ്ങളുടെ വൈകുന്നേരമാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ അടിത്തറ. നിങ്ങളുടെ എനർജി കൈകാര്യം ചെയ്യുന്നതിലൂടെയും ഡിജിറ്റൽ അതിരുകൾ നിശ്ചയിക്കുന്നതിലൂടെയും ശ്രദ്ധാപൂർവമായ ശീലങ്ങൾ വളർത്തിയെടുക്കുന്നതിലൂടെയും നിങ്ങളുടെ ജീവിതം മാറ്റാൻ കഴിയും. ഇത് നിങ്ങൾക്ക് സഹായകരമാണെന്ന് തോന്നിയാൽ സബ്സ്ക്രൈബ് ചെയ്യുക.